അടുക്കളയിൽ വന്നിരുന്ന് അമ്മയോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാം. അപ്പോൾ അമ്മ എൻ്റെ എടുത്ത് തന്ന് എണ്ണയെല്ലാം കുപ്പിക്കകത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുണ്ട് അമ്മ ചപ്പാത്തിക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുഴച്ച് ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് വേറെ പണിയൊന്നുമില്ലേ പോയി ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായിട്ട് എൻ്റെ ലെമൺ ടീ അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ ലെമൺ ടീ ഈ എന്താ പറയുക ഗ്രീൻ ടീ ഇട്ട് കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. അപ്പം ഗ്രീൻ ടീ ഇട്ട് കുടിച്ചപ്പം എനിക്ക് പലതും ഓർമ്മ വന്നു, ബാംഗ്ലൂർ ലെമൺ ടീ ഒക്കെ. അങ്ങനെ ഗ്രീൻ ടീ ഇട്ട് കുടിച്ച് അത് സംഭവം കയ്പുണ്ടായിരുന്നു കേട്ടോ നല്ല. അതിൻ്റെ പുറകെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ പാച്ചുവിനെ കുളിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പാച്ചുവിനെ നൈസായിട്ട് കുളിപ്പിച്ച് വാതിക്കെ കൊണ്ടിരുത്തി ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ കാണിച്ച് വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി. അടുത്ത എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൂണ് ഉണ്ടാക്കാമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് പേരയ്ക്ക കൊണ്ട് തന്നു. അങ്ങനെ ആ പേരയ്ക്കയും കഴിച്ചുകൊണ്ട് വീട്ടിലൂണെല്ലാം റെഡിയാക്കി വാഴയിലെ പൊതിഞ്ഞ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ്. ആ വീഡിയോ ആണ് ഈ വീഡിയോ. അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ കൊണ്ടുവന്ന് പൊളിച്ച് സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെ അറ്റമൊക്കെ കീറിപ്പോയി കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോയിൽ അതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ അമ്മേനോട് ചോദിച്ചു വാഴയില വെട്ടിക്കൊണ്ടുവന്നപ്പോൾ അവർക്ക് കടക്കാനുള്ള വാഴയിലയാണോ എന്ന്. പക്ഷേ അറിയാലോ പൊതിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയിലയൊക്കെ വെട്ടി ഇങ്ങനെ ചോറൊക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. ഇതിനകത്തുണ്ടായിരുന്ന ഐറ്റം കാത്തോരൻ, വെണ്ടയ്ക്ക ഫ്രൈ, മീൻ വറുത്തത്, മീൻ കറി, പരിപ്പ് കറി, മുട്ട പൊരിച്ചത്, അച്ചാറ്, അവിയലുണ്ടായിരുന്നു, ഞാൻ വെക്കാൻ മറന്നുപോയി. അങ്ങനെ പൊതിച്ചോറ് റെഡിയാക്കി പൊതിച്ചോറും കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും തണുപ്പൊക്കെ കൊണ്ട് ഞങ്ങളുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു. അങ്ങനെ തിണ്ണയിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആന്റി കൊണ്ട് ചക്ക തന്നു. നല്ല മധുരമുള്ള സൂപ്പർ ചക്ക, അതും കഴിച്ച് അന്നത്തെ കാര്യങ്ങളെല്ലാം അത്രയുണ്ടായിരുന്നു.